ഒരു സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ്. പാസ്റ്റർ ബജീന്ദറിനെ 28 വർഷത്തേക്ക് പീഡന കേസിൽ ഇപ്പോൾ കോടതി ശിക്ഷിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സംഭവം 2016 നടക്കുന്നത്. ഈ സംഭവത്തിൻ്റെ ഇര ബജീന്ദർ എന്ന് പറയുന്ന പാസ്റ്ററുമായി പരിചയപ്പെടുന്നത് 2016 2017 ഒരു ദാബയിൽ വെച്ച് തന്നെ കാണാൻ ബജീന്ദർ ഈ പെൺകുട്ടിയെ ക്ഷണിക്കുന്നു. UK ഞാൻ നിന്നെ കൊണ്ടുപോകാം എന്ന് ഇയാൾ ഈ പെൺകുട്ടിക്ക് വാഗ്ദാനം നൽകുന്നു. പാസ്പോർട്ട് കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു. മറ്റൊരു പ്രതിയോടൊപ്പം കാറിൽ ചണ്ഡീഗഡിലേക്ക് പോകാൻ ആവശ്യപ്പെടുന്നു. ഈ കുട്ടിയെ UK കൊണ്ടുപോകാൻ വേണ്ടി അയാൾ ഈ കുട്ടിയെ താനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനായി നിർബന്ധിക്കുന്നു. ആ സമയത്ത് ഇയാൾ ഇരയെ ബോധരഹിതയാക്കുന്നു. ഈ പെൺകുട്ടി ഇതിനെ വിസമ്മതിച്ചപ്പോൾ ഇരയെ ബോധരഹിതയാക്കുന്നു. പിന്നീട് അയാൾ അതിൻ്റെ വീഡിയോ എടുത്ത് ആവർത്തിച്ച് ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നു. ഈ വീഡിയോ തിരിച്ചു തരണമെങ്കിൽ തൻ്റെ വീട്ടിലേക്ക് എത്തണം എന്ന് ഇയാൾ പറയുന്നു. അങ്ങനെ ഈ പെൺകുട്ടി ബജീന്ദറിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ 5 പേർ കൂടെ ഉണ്ടായിരുന്നു. അവർ ഈ പെൺകുട്ടിയെ വളഞ്ഞിട്ട് ബലാത്സംഗം ചെയ്തു. ഇതായിരുന്നു യഥാർത്ഥത്തിൽ ഈ സംഭവത്തിൽ ഇപ്പോൾ പാസ്റ്റർ ബജീന്ദർ സിംഗ് കുറ്റക്കാരനാണെന്ന് മൊഹാലി കോടതിയാണ് കണ്ടെത്തിയിരിക്കുന്നത്. പഞ്ചാബിലെ സ്വയം പ്രഖ്യാപിത ഒരു പാസ്റ്ററാണ് ഈ ബജീന്ദർ സിംഗ് എന്ന് പറയുന്നത്. ഇന്ന് കോടതി അദ്ദേഹത്തിന് ജീവപര്യന്തം തടവ് വിധിച്ചു. മാർച്ച് 28 തന്നെ ഈ കേസിൽ കോടതി അദ്ദേഹത്തെ കുറ്റക്കാരനെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എല്ലാ തെളിവുകളുടെയും സാക്ഷികളുടെയും അടിസ്ഥാനത്തിൽ 7 വർഷത്തിന് ശേഷമാണ് ഇരയ്ക്ക് നീതി ലഭിച്ചത് എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ബലാത്സംഗ കേസിൽ ആകെ 6 പ്രതികളാണ് ഉണ്ടായിരുന്നത്. തെളിവുകളുടെ അഭാവത്തിൽ 5 പേരെ വെറുതെ വിട്ടു. എന്നാൽ ബജീന്ദറിനെതിരായ തെളിവുകൾ തെളിയിക്കപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തിനെതിരെ ശിക്ഷ വിധിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2018 അദ്ദേഹത്തിനെതിരെ ലൈംഗിക പീഡന കേസ് ഫയൽ ചെയ്തു. ബജീന്ദറിന് വികലമായിട്ടുള്ള മാനസികാവസ്ഥയാണ്. രതി വൈകൃതങ്ങളിൽ അയാൾ എപ്പോഴും ഏർപ്പെടുന്ന ഒരാളാണ് എന്നാണ് കോടതിയുടെയും അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും കണ്ടെത്തൽ. അയാൾ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് അയാളെ ജയിലിൽ അടയ്ക്കണം എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത്. ഈ കോടതി വിധി ഇന്ന് നിരവധി ഇരകൾക്ക് നീതി തേടിത്തന്നു. തൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടി ഇര ഇന്ന് DGPക്ക് സംരക്ഷണം കൊടുത്തിട്ടുണ്ട്. കാരണം ഇയാൾക്ക് ഒരുപാട് ഫാൻസും ഒരുപാട് ഇയാളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഭക്തരുമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. എന്തായാലും ഇരയുടെ ഭർത്താവ് 7 വർഷത്തോളം ഈ കേസിൽ പോരാടി എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. കോടതിയുടെ തീരുമാനവും ഇവർ രണ്ടുപേരും അംഗീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 7 വർഷമായി ഈ കേസിൽ ഞങ്ങൾ നിരവധി ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടെന്നാണ് ഈ ബജീന്ദറിനാൽ പീഡിപ്പിക്കപ്പെട്ട ഈ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ ഭർത്താവും പറയുന്നത്. അയാൾ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു. അയാൾ ഞങ്ങൾക്കെതിരെ തെറ്റായ FIR ഫയൽ ചെയ്തു എന്നാണ് ഈ ഇരയുടെ ഭർത്താവ് പറയുന്നത്. അങ്ങനെ തെറ്റായ FIRൻ്റെ പേരിൽ 6 മാസം ഈ ഇരയുടെ ഭർത്താവിനെ പോലീസ് ജയിലിൽ അടയ്ക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഞങ്ങൾക്ക് നീതി ലഭിച്ചു എന്ന് ഇവർ പറയുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.